അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷമ്മു സ്മാർട്ട് ഡിസൈൻസ്. ഇന്ന് നമ്മൾ പുതിയ വർക്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ രാത്രി 10 മണിക്ക് സെഞ്ചി എടുത്തിട്ട് സക്കാത്തിന് പോയതാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച രാത്രി 10 മണിക്കാണ് നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കോൾ വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ പുതിയ വർക്കിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോകാം. അതായത് വെള്ളിയാഴ്ച രാവിലെയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചത് നമുക്ക് വർക്ക് ഉണ്ടോ അല്ലെങ്കിൽ തുണി വന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ഒരു 3 മണിയാകുമ്പോൾ തുണി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ പെരുന്നാളുടെ തിരക്കാണ് കേട്ടോ. അപ്പോൾ ഷോപ്പുകളിലൊക്കെ പെരുന്നാളുടെ കളക്ഷൻസാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ എടുക്കുമ്പോൾ അത് ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് കേട്ടോ അവർ നമുക്ക് തരുന്നത്. അതായത് നമുക്ക് വെള്ളിയാഴ്ച തരികയാണെങ്കിൽ നമുക്ക് ശനിയാഴ്ച തന്നെ അത് റിട്ടേൺ കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന എല്ലാ ഓർഡേഴ്സും അതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു ദിവസം ഗ്യാപ്പിലാണ് കേട്ടോ എല്ലാതും വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അതായത് ഒരു കെട്ട് ഇല്ലെങ്കിൽ 2 കെട്ടൊക്കെ എടുക്കണം എന്നൊരു പണ്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നല്ല ബൾക്കായിട്ട് തന്നെ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഒരു 60 ഇല്ലെങ്കിൽ 2 കെട്ടെന്ന് പറയുമ്പോൾ 64 അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരാൾക്ക് അത്രയും ബൾക്കായിട്ട്, അതുപോലെ നോമ്പാണ്, നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ചെറിയ കുട്ടിയുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ ഓർഡർ എടുക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ സ്വയം അവരോട് വിളിച്ച് പറഞ്ഞിട്ട് അത് ക്യാൻസലാക്കി കേട്ടോ. അതായത് ഒറ്റ ദിവസം കൊണ്ട് ഈ 60 പീസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യുന്നവർക്കറിയാം. അതുപോലെ തന്നെ കോൺഫിഡൻറ്റ് നല്ലതാണ്. പക്ഷേ ഓവർ കോൺഫിഡൻറ്റ് ആകുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് അറിയാമല്ലോ. നമ്മൾ ഓവർ കോൺഫിഡൻറ്റ് എടുത്തിട്ട് എനിക്കെല്ലാം പറ്റുമെന്ന് കരുതിയിട്ട് ഈ 60 പീസൊക്കെ ഞാൻ എടുത്ത് പറഞ്ഞാൽ എനിക്ക് പറ്റില്ലെന്നുള്ളത് എനിക്ക് സ്വയം അറിയാം. പിന്നെ ഞാൻ വെറുതെ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല കേട്ടോ. പിന്നീടാണ് ഈ പറഞ്ഞതുപോലെ അവർ രാത്രി 10:30 വിളിച്ചിട്ട് കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്, അതായത് ഒരു 20 പീസ് ഉണ്ടാകും, ഷംല നിനക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ആ സമയത്ത് ഇക്ക ഉണ്ടായിരുന്നു. ഇക്കാനും കൂട്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ സെഞ്ചി എടുത്തിട്ട് നമ്മൾ പോകുകയാണ് കേട്ടോ ചെയ്തത്. കുട്ടികളൊക്കെ ഭയങ്കര ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് നമ്മൾ അടുത്ത് തന്നെയാണല്ലോ, അപ്പോൾ വേഗം തന്നെ പോയിട്ട് വന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇക്കാനെ നമുക്ക് പറഞ്ഞ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. കാരണം പണിയൊക്കെ കഴിഞ്ഞ് വന്ന സമയമാണ്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടക്കാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് കേട്ടോ നമുക്ക് ഈ ഒരു കോൾ വന്നത്. പിന്നെ ഇക്കാനെയൊന്നും ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്ക് ഈ ശനിയാഴ്ച രാവിലെ പോയി എടുക്കാമെന്ന് പറഞ്ഞാലും അതും ഭയങ്കര ടാസ്ക് പിടിച്ച കാര്യമാണ്. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒന്നില്ലെങ്കിൽ ബസ്സിന് പോകണം, ഇല്ലെങ്കിൽ ഓട്ടോക്ക് പോകണം. അപ്പോൾ കഷ്ടപ്പെട്ട് ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന പൈസ നമുക്ക് അങ്ങനെ തന്നെ നഷ്ടമായി പോകും. പക്ഷേ ഈ ഒരു വണ്ടിയിൽ പോയിട്ട് വരുന്ന ചിലവ് മാത്രമേ ഉള്ളൂ നമുക്ക്. അതായത് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് ബസ്സിനാണെങ്കിൽ പറഞ്ഞത് കറക്റ്റ് സമയത്താണ് കേട്ടോ ഇവിടുന്ന് ബസ്സുള്ളൂ. അതായത് ഒരു സ്റ്റോപ്പാണ് വ്യത്യാസമുള്ളെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ ആ ബസ് മിസ്സായി പോകും. അപ്പോൾ അതൊന്നും ഞാൻ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായില്ല. കാരണം ആ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക. ഇതാകുമ്പോൾ വെള്ളിയാഴ്ച രാത്രി എടുത്തിട്ട് വന്നാൽ സുഖമായിട്ട് നമുക്ക് ശനിയാഴ്ച ഫുള്ള് ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്തത്. കനൊക്കെ ഒരു വിധത്തിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് ഞാൻ ഇക്കും തന്നെ പോയി മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ പുതിയ മെറ്റീരിയലാണ്, അതായത് നല്ലൊരു കളറാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ടോപ്പ്. അതായത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തത്. പിന്നെ നമ്മൾ ബസ്സിന് ഓട്ടോയിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞത് നമുക്ക് മെറ്റീരിയൽ എടുത്തിട്ട് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ. അതായത് നമ്മൾ പോകുമ്പോൾ നമുക്ക് റിസ്ക് ഇല്ലാതെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഒന്ന് സ്പീഡ് നടക്കുകയാണെങ്കിൽ നമുക്ക് നടന്ന് പോകേണ്ട ദൂരം തന്നെ ഉള്ളൂ. പക്ഷേ തുണിയൊക്കെ എടുത്തിട്ട് നടന്ന് വരുന്നത് ഭയങ്കര ടാസ്ക് പിടിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഓട്ടോയിൽ പോകണം ഇല്ലെങ്കിൽ വരണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ബസ്സിനാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റോപ്പ് വ്യത്യാസമുള്ളൂ, അതായത് 10 രൂപ ചിലവേ വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് വലിയ നഷ്ടമൊന്നും നമുക്ക് വരുന്നില്ല. പക്ഷേ ഓട്ടോയിൽ പോകുന്ന കാര്യമാണ് കേട്ടോ ഞാൻ നഷ്ടം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് പെരുന്നാളുടെ, അതായത് നോമ്പും പെരുന്നാളൊക്കെ ആണല്ലോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവരും ഈ പറഞ്ഞ പോലെ അവൻ്റെ വീട്ടിലേക്ക് വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു പെരുന്നാളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ ഷെയർ ഇടുന്ന താത്തയാണ് കേട്ടോ, അവരും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒറ്റയ്ക്ക് ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ താത്തയും കൂടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ അവർ പോയി എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ പോയി എടുക്കുമ്പോൾ അത്ര കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവരില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് വന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാണ് കേട്ടോ നെക്കിൻ്റെ പീസൊക്കെ. നല്ലൊരു സിൽവറും അതുപോലെ തന്നെ ഗോൾഡൻ കളറിലും 2 കളറിലും വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെക്കിൻ്റെ ആ ഭാഗത്ത് വെക്കാനുള്ള ഈ ഒരു പീസ് നമുക്ക് സ്വീക്വൻസി വർക്ക് അതുപോലെ ആരി വർക്കൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു ഡിസൈനാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ മെഷീൻ എംബ്രോയിഡറിയാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി സ്വീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നെക്കിൻ്റെ ഒരു ഭാഗത്ത്. നെക്കിൻ്റെ ഭാഗത്ത് വന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മുമ്പ് സ്റ്റിച്ച് ചെയ്ത പോലെയുള്ള ടോപ്പല്ല കേട്ടോ. അത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിതാ 20 പീസിൻ്റെ നെക്കൊക്കെ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ മുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ ഈ പറഞ്ഞതുപോലെ 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് എല്ലാ നെക്കുകളും ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ ഈ 4 സൈഡും നമുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പ് തന്നെ മതിയാകും. പിന്നെ മുമ്പ് ചെയ്ത പോലത്തെ നെക്കല്ല, അതായത് നമ്മൾ ടോപ്പിൻ്റെ നല്ല വശത്ത് തന്നെ ഈ ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് ക്രോസ് പീസ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ലൊരു വർക്ക് തന്നെയാണ് കേട്ടോ നെക്കിലൊക്കെ വന്നിരിക്കുന്നത്. അതായത് എല്ലാം ഒരേപോലെയുള്ള വർക്കല്ല കേട്ടോ, പലതും പല ഡിസൈനിലാണ്. അതുപോലെ തന്നെ സിൽവറിലും വന്നിട്ടുണ്ട്, അതുപോലെ ഗോൾഡൻ കളറിലും വന്നിട്ടുണ്ട് കേട്ടോ. ഓരോന്നും ഓരോ മോഡലിലാണ് കേട്ടോ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു അടിപൊളി സ്വീക്വൻസ് വർക്കിലൊക്കെ വരുന്ന നെക്ക് പീസാണ് കേട്ടോ. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ബാക്കിയൊക്കെ ഈ പറയുന്ന പോലെ സ്ലീവ്സിലൊന്നും നമുക്ക് മോഡൽസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ബാക്കിയൊക്കെ ഈ പറഞ്ഞ പോലെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുക, അതുപോലെ താഴ്വശമൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്യൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ 20 പീസിന് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിലേക്ക് പുതുതായിട്ട് കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ഈ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് തുടർന്നും ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ചെറിയൊരു സ്മൈലി ആയിട്ടെങ്കിലും അല്ലെങ്കിൽ ഒരു ഹാർട്ടായിട്ടെങ്കിലും നമുക്കൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ലൈക്ക് ചെയ്യാൻ പോയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുടെയും എല്ലാവരുടെയും അഭിപ്രായം നമുക്ക് കമൻ്റായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ചെയ്യുന്നത് പോലുള്ള വർക്ക് നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വീഡിയോയിലൂടെ മറ്റുള്ളവർ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അതൊരു പ്രചോദനമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഇതിപ്പോൾ ഇതുപോലുള്ളതായിക്കോട്ടെ, ഇല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് വേറെ രീതിക്ക് സ്റ്റിച്ച് ചെയ്യുന്നവരായിക്കോട്ടെ, നമ്മുടെ ഈ ഒരു ചാനൽ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫീൽഡ് സ്റ്റിച്ചിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്ക്, അതുപോലെ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, നിങ്ങൾ എത്ര രൂപയ്ക്കാണ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനം ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ പലർക്കും ഈ പറഞ്ഞതുപോലെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ പാലക്കാടുള്ളവർക്കാണ് കേട്ടോ അവസരമുള്ളത്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ ഈ ഒരു അതായത് ഈ ടോപ്പ് അല്ലെങ്കിലും വേറെ നമസ്കാര കുപ്പായം ഇല്ലെങ്കിൽ മാക്സി അതുപോലെ യൂണിഫോം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു അവസരം ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനൊന്ന് പ്രയത്നിച്ച് നോക്കുക കേട്ടോ. നിങ്ങൾക്കും ഇതുപോലുള്ള ഓരോ അവസരങ്ങൾ കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് 20 പീസിൻ്റെ നെക്കുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാതും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. രാത്രി 10:30 ഈ പറഞ്ഞതുപോലെ മെറ്റീരിയൽ എടുക്കാൻ പോകുന്നതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കൂട്ടായ്മ ഒരു സംഘടന ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഒരാളില്ലെങ്കിൽ ഒരാൾക്ക് അത് ഏത് സമയത്ത് വേണമെങ്കിലും പോയി എടുത്ത് നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ ഈ ഒരു ആഗ്രഹങ്ങൾക്ക് ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ രാത്രി സമയത്ത് ഇല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും പ്രോത്സാഹിപ്പിക്കുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു കേട്ടോ. പക്ഷേ എന്നിലുള്ള വളർച്ച ഇല്ലെങ്കിൽ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതിലൊരു വളർച്ച കണ്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ എൻ്റെ ഈ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ മുമ്പത്തെ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ഈ പറഞ്ഞതുപോലെ പരാജയപ്പെട്ട് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങൾക്കൊന്നും സപ്പോർട്ട് ചെയ്യാത്തത്. കാരണം ഒന്നിലും ഒരു വിജയം കാണാതായ ആളിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ മാഷാ അല്ലാഹ് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ഡീറ്റെയിലും കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.